ഹായ്, സിയോ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സിപ്പർ ഫോട്ടോ, വൺ സൈഡ് ഫോട്ടോ ഇല്ലാതെ തന്നെ ഇൻവിസിബിൾ സിപ്പ് നോർമൽ ഫോട്ടോ ഉപയോഗിച്ച് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നുള്ള ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ഞാനിവിടെ ബാക്ക് നെക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്ക് നെക്ക് കട്ട് ചെയ്തപ്പോൾ 3/4 ഇഞ്ച് തയ്യൽ തുമ്പാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 1/4 ഇഞ്ച് ലൈനിങ് വെച്ച് മറിച്ചടിച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടും 1/2 ഇഞ്ച് നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യുന്നതിനുമായിട്ട്. സിബ് ഓപ്പൺ ചെയ്ത് 2 സൈഡിലേക്കാക്കി വെക്കുക. ക്ലോത്തിൻ്റെ നല്ല വശത്തായിരിക്കണം നമ്മൾ സിബ് വയ്ക്കേണ്ടത്. ഇടതുവശത്തെ ക്ലോത്ത് വരുന്ന സിബിൻ്റെ ടീത്ത് വലതുവശത്തോട്ടായിരിക്കും ഇരിക്കുന്നത്. ഈ സിബ് പുറത്തേക്ക് മറിച്ച് വെക്കുക. അപ്പോൾ ഈ ടീത്ത് ഇടതുവശത്തേക്കായിരിക്കും വരുന്നത്. ഇനി സിബ് നീങ്ങിപ്പോകാതിരിക്കാൻ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. നമുക്ക് മുട്ടുപിന്ന് വെച്ചിട്ടും സെക്യൂർ ചെയ്യാവുന്നതാണ്. തുടക്കക്കാരാകുമ്പോൾ തെന്നിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ വലതുവശത്തെ ക്ലോത്ത് എടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക. മുന്നേ പറഞ്ഞതുപോലെ സിബ് പുറത്തേക്ക് മറിച്ച് വയ്ക്കുക. സിബിൻ്റെ ടീത്ത് ഇപ്പോൾ വലതുവശത്തായിരിക്കും വരുന്നത്. ഒരേ അളവിലായിരിക്കണം 2 സൈഡിലെയും സിബ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അളവ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ സിബ് ഒരെണ്ണം മുകളിലേക്കും ഒരെണ്ണം താഴോട്ടും ഇരിക്കും. അപ്പോൾ അത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം സ്റ്റിച്ച് ചെയ്ത ക്ലോത്തിൻ്റെ ഭാഗവും ഇനി സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗവും സിബും യോജിപ്പിച്ച് പിടിച്ചതിന് ശേഷം സിബിൻ്റെ താഴ്ഭാഗവും വലിച്ചു പിടിച്ച് നോക്കുക. ആദ്യം സ്റ്റിച്ച് ചെയ്തത് കണക്കാക്കി സിബിൽ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത ഭാഗത്ത് ക്ലോത്തിൽ വെച്ച് സിബ് സെക്യൂർ ചെയ്യുക. ഇപ്പോൾ 2 സൈഡും സിബ് ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ടീത്ത് വരുന്ന ഭാഗം പുറത്തേക്ക് തള്ളി വെച്ച് ഫൂട്ട് കറക്റ്റായിട്ട് വെക്കുക. നീഡിലും ടീത്തും മുകളിൽ വരാതെ ശ്രദ്ധിക്കണം. നീഡിൽ ടീത്തിൻ്റെ മുകളിൽ വരാതെ ശ്രദ്ധിക്കണം. തുടർന്ന് ലോക്ക് സ്റ്റിച്ചിന് ഇട്ടതിന് ശേഷം സാവധാനം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് അടുത്ത വശവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ടീത്ത് പുറത്തേക്ക് തള്ളി വെച്ചതിന് ശേഷം വേണം പ്രഷർ ഫൂട്ട് നമ്മൾ കറക്റ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ആദ്യം സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് പാടായി തോന്നാം, പക്ഷെ ചെയ്തു വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും. നമ്മൾ ചെയ്ത് വരുന്നതിനനുസരിച്ച്, അതായത് സ്റ്റിച്ച് ചെയ്ത് വരുന്നതിനനുസരിച്ച് ആ ടീത്ത് പുറത്തേക്ക് തള്ളി വെച്ചുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ നമ്മൾ സിബ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ സിബ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. ഇനി നമുക്ക് സിബ് ക്ലോസ് ചെയ്ത് നോക്കാം. വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് സിബ് അറ്റാച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. സിബിൻ്റെ മുകൾ ഭാഗം ഉള്ളിലേക്കാക്കി
കൈത്തയ്യൽ നമുക്ക് ഇട്ടെടുക്കുക. മുകൾ ഭാഗത്ത് ഒരു ഹുക്ക് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായിട്ട് കമൻറ്റ് ചെയ്യുക.